സിനിമയിലെ അക്കാലത്തെ പ്രശസ്തരായ ഗായക നിരയിലായിരുന്നു അമ്പിളിയുടെ സ്ഥാനം. മുൻനിര സംഗീത സംവിധായകരെല്ലാം തങ്ങളുടെ ചിത്രങ്ങളിൽ അമ്പിളിക്കായി പാട്ടുകൾ കരുതി വച്ചിരുന്നു. അന്നത്തെ ഈ പാടിയ പാട്ടുകളൊക്കെ നല്ല ഹിറ്റ് സോങ്ങും ആയിരുന്നു, ദൈവത്തിൻ്റെ കരുണ കൊണ്ട്. അപ്പം അത് കഴിഞ്ഞാണ് KJ ജോയ് മ്യൂസിക് ചെയ്തിട്ട് ലവ് ലെറ്റർ, അതിലാണ് ഞാൻ ഹീറോയിന് വേണ്ടി പാടി തുടങ്ങിയത്. ഒരുപാട് സിനിമകൾക്ക് പിന്നണിയിൽ അമ്പിളി എന്ന ഈ പാട്ടുകാരി ഉണ്ടായിരുന്നു. ഒരുപാട് ആവർത്തി പാടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി ഗാനങ്ങൾ ഈ ഗായികയുടേതായിട്ടുണ്ട്. എന്നിട്ടും തിരക്കുള്ള പാട്ടുകാരിയായി സിനിമയോടൊപ്പം അമ്പിളി ഉണ്ടായിരുന്നില്ല. പല ഗായികമാരും മലയാളം വിട്ട് മറ്റു ഭാഷകളിലേക്ക് വളർന്നു കയറിപ്പോയപ്പോൾ ഇവർക്ക് അതിനാകാതെ പോയി. അമ്പിളിയെ തേടി വന്ന പാട്ടുകൾ മാത്രം അമ്പിളി പാടി. സിനിമയിൽ അവസരങ്ങൾ അന്വേഷിച്ച് നടക്കാൻ അറിയാത്ത ഒരാളായിരുന്നു അമ്പിളി. പാട്ടുകളിൽ ഞാനൊരു ടോപ്പ് ഗായികയായി വന്നു എന്ന് എനിക്ക് പറയാൻ ഒക്കില്ല. കാര്യം ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് അന്ന് ചെയ്യായിരുന്നു. എൻ്റെ പ്രോഗ്രാമിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു അന്ന്. അപ്പം അന്ന് ഇപ്പോഴത്തെ പോലത്തെ സിംഗേഴ്സ് എന്ന് വെച്ചാൽ പോപ്പ് പാടുന്നവരും അങ്ങനെ ഉള്ള വെറൈറ്റി പ്രോഗ്രാംസ് ഒന്നും അന്നില്ലായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ പ്രോഗ്രാം അങ്ങനത്തെ പ്രോഗ്രാമായിരുന്നു. ഞാനൊരു വെറൈറ്റി പ്രോഗ്രാം, ഈ പോപ്പ് മിക്സ്ഡ് പ്രോഗ്രാമായിരുന്നു എൻ്റേത്. അപ്പോൾ അതുകൊണ്ട് ആ പ്രോഗ്രാംസ് വളരെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അതൊരു അഡ്വാൻറ്റേജും അതിലുണ്ടായിരുന്നു, ഡിസഡ്വാൻറ്റേജും ഉണ്ടായിരുന്നു. കാര്യം ഞാനിവിടെ ചെന്നൈയിലുണ്ടാവാറില്ല, പ്രോഗ്രാംസിന് പോയിക്കൊണ്ടിരിക്കും. പല കൺട്രീസിൽ പോയി ചിലപ്പോൾ 2 മാസം കഴിഞ്ഞായിരിക്കും വരുന്നത്. ഇങ്ങനെ ആയപ്പോൾ റെക്കോർഡിങ് അവർ വിളിക്കുമ്പോൾ നമ്മളില്ല ഇവിടെ. അങ്ങനെ കുറേ പാട്ടുകൾ മിസ്സായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു സിംഗറിന് ഏറ്റവും പാടി വരുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എല്ലാ ലാംഗ്വേജിലും പാടുന്നു. അപ്പോഴാണ് ഒരു സിംഗർ വളരെ പോപ്പുലർ ആവുന്നതും. അന്നത്തെ സമയത്ത് സുശീലാമ്മ, ജാനകിയമ്മ, എനിക്കൊരു പാട്ട്, അങ്ങനെ മിക്കവാറും എല്ലാ പ്രൊഡ്യൂസേഴ്സും ലൈക്ക് വാസു സാറ്, അസോസിയേറ്റഡ് വാസു സാറിനെയും എനിക്ക് വളരെ ഞാൻ ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. മേരിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി, MO ജോസഫ് സാറ്. പാടിയ മധുരഗാനങ്ങൾ പോലെ ഓർമ്മകളിൽ മധുരമുള്ളത് മാത്രം സൂക്ഷിക്കാനാണ് ഇവർക്കിഷ്ടം. മനസ്സിനെ നോവിക്കുന്ന ഓർമ്മകൾ ഒപ്പം കൊണ്ടു നടക്കാൻ ഈ ഗായിക ഇഷ്ടപ്പെടുന്നില്ല. ഈശ്വര അനുഗ്രഹം പോലെ കിട്ടിയ ശബ്ദവും സംഗീതവും കൊണ്ട് സംഗീത ലോകത്ത് ഇത്രയൊക്കെ ആയതിൽ ഇവർ തൃപ്തയാണ്. എൻ്റെ ബ്രദേഴ്സിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു രാജേട്ടൻ. അങ്ങനെ വീട്ടിൽ അങ്ങനെ ഒരു തോട്ട് കൂടെ ആ സമയത്തൊന്നും ഇല്ല. ജസ്റ്റ് ക്യാഷ് വരും, ബ്രദേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കും, പോവും, അങ്ങനെ ഇരുന്നു. അപ്പം അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു സമയത്ത് ഫോണിലിങ്ങനെ സംസാരിച്ച് അതൊരു പ്രണയത്തിൽ വന്നു. രാജേട്ടൻ ഒരിക്കലും എന്നെ പാടരുതെന്ന് പറഞ്ഞിട്ടില്ല, ഒരു വിരോധം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടൊന്നുമല്ല, എൻ്റെ തന്നെ തീരുമാനം എന്ന് വെച്ചാൽ എനിക്ക് കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന്. വിവാഹം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫാമിലിയായിട്ട് ഇൻവോൾവ് ആയതിനു ശേഷം എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. കാര്യം കുട്ടികളായി, ഇനി കുട്ടികളുടെ കാര്യമൊക്കെ നോക്കണം എന്നുള്ളത് കാരണം. പക്ഷെ അതുകൊണ്ട് ദൈവം സഹായിച്ച് നല്ലൊരു ഫാമിലി സെറ്റപ്പ് ഉണ്ടായി. പാട്ടുപോലെ മധുരമുള്ളതാണ് അമ്പിളിയുടെ കുടുംബജീവിതം. സിനിമാ സംവിധായകനായ രാജശേഖരനാണ് ഭർത്താവ്. സ്നേഹനിധിയായ മക്കൾ, അപശ്രുതി ഏതുമില്ലാത്ത ജീവിതം. മോള് നന്നായിട്ട് പാടും, പക്ഷെ പ്രൊഫഷണലായിട്ട് എടുത്തില്ല. ഞങ്ങൾ ലാസ്റ്റ് ഒരു പടം എടുത്ത് ഞങ്ങൾക്ക് കുറേ പ്രശ്നമുണ്ടായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പം ഈ പടം എന്ന് പറയുമ്പോൾ ഒരു പേടി മനസ്സിൽ തോന്നി. എന്നുവെച്ചാൽ എല്ലാം കുറേ ലോസായി, ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഈ ഒരു ഫീൽഡെന്ന് പറയുമ്പം ആലോചിക്കുമ്പോഴേ പേടിയാണ്. അങ്ങനെ മോന് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പോഴും, ഡയറക്ഷനും. അവൻ്റെ കയ്യിൽ കുറേ സ്റ്റോറീസൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പം ഞങ്ങളാരും അതിന് ചെവി കൊടുക്കത്തില്ല. രണ്ടുപേരും, രാജേട്ടനൊട്ടും ഇഷ്ടമല്ല. എന്നുവെച്ചാൽ നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഫോർഡിൽ വർക്ക് ചെയ്യാണ് മോന്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് അവനെ ഡിസ്റ്റർബ് ചെയ്താൽ നമ്മൾക്ക് ഒരു പക്ഷേ നല്ലതാവാം,
പക്ഷെ എന്നാലും ഒരു സ്റ്റഡി ഇല്ലാത്ത ഒരു കാര്യം കൊണ്ട് ഓൾറെഡി നമുക്കുണ്ടായ അസറ്റ്സ് എല്ലാം പോയി. അപ്പോൾ ഇനിയിപ്പം അവൻ സ്റ്റഡി ആവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത് എൻകറേജ് ചെയ്യുന്നില്ല. മോളും നന്നായിട്ട് പാടും. ഇപ്പോഴും മോൾ പാട്ടൊക്കെ പഠിക്കുന്നുണ്ട്. മോളും സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്യാം. എനിക്ക് ഇപ്പം മനസ്സിന് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഫാൻസ് എനിക്കുണ്ട്. അപ്പം കൂടെ അവർ ഫോൺ ചെയ്തിട്ട് പറയും, ചേച്ചി ഈ പാട്ട്, അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ പാടിയ പാട്ടാണ്. കാര്യം ഒരുപാട് പാട്ടുകൾ മറന്നുപോയി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ത്രില്ലാണ് ഇപ്പോൾ. എന്നുവെച്ചാൽ ഈ പാട്ട് ചേച്ചി പാടിയത് നന്നായിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് അവരെന്നെ ഫോണിൽ കൂടെ കേൾപ്പിക്കും. അപ്പോൾ അത് നമുക്കൊരു നല്ലൊരു അനുഭവമല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒത്തിരി നല്ല പാട്ടുകൾ എനിക്ക് തന്നെ അതിശയം തോന്നും, അയ്യോ ഞാൻ പാടി ഇത്രയും നന്നായിട്ട് പാടിയ പാട്ടുകളെന്നൊക്കെ കേൾക്കുമ്പോൾ. അങ്ങനെ ഒരുപാട് ഒത്തിരി പാട്ടുകൾ. അമ്പിളി ഇപ്പോഴും തിരക്കിലാണ്. പ്രശസ്തമായ ഒരു ഗാനമേള ട്രൂപ്പിന്റെ സാരഥിയാണ് ഇവർ. ഗാനമേളയുടെ മുഖ്യ ആകർഷണവും ഇവരുടെ മധുരശബ്ദം തന്നെയാണ്. നാട്ടിലും മറുനാട്ടിലുമായി വേദികളിൽ നിന്ന് വേദികളിലേക്ക് പാടി കൊതിതീരാത്ത ഈ ഗായിക സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്നും വെറുതെ വീട്ടിലിരുന്നിട്ടില്ല. എൻ്റെ പ്രാക്ടീസ് സെക്ഷൻ നടന്നുകൊണ്ടിരിക്കും. എന്ന് ഒരു പാട്ട് പോലും ഇല്ലാത്ത സമയത്തും ഞാൻ ആ കറക്റ്റ് സമയത്തിന് പ്രാക്ടീസ് ചെയ്യും. ഞാനൊരു ഇമാജിൻ ചെയ്യും, ഞാനൊരു ബിസി ആർട്ടിസ്റ്റാണെന്നുള്ളത് ഇമാജിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രോഗ്രാംസ്, ഇപ്പോഴൊക്കെ കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴൊരു പുതിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുതിയ ട്രൂപ്പ്, എൻ്റെ ഒരു ഫ്രണ്ട് മായ മോഹൻ, ഇതാണ് മായ മോഹൻ, മായയും ഞാനും ചേർന്നിട്ട് ഒരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാക്കി. അതിൻ്റെ പേര് മായം ഗോൾഡൻ മെലഡീസ് എന്നാണ്. മായ ആൻഡ് അമ്പിളി എന്നുള്ള കോൺസെപ്റ്റ്. ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ടാഗോർ സെൻറ്റിനറി ഹാൾ ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തി. അത് മാത്രമല്ലാതെ ഒരു ഫോറിൻ പ്രോഗ്രാം ദുബായ്, അബുദാബി, അതും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രോഗ്രാംസ് ഇങ്ങനെ കുറേശ്ശെ മായം ഗോൾഡൻ മെലഡീസ് ലൈവ്ലി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇപ്പോൾ എൻ്റെയും മായയ്ക്ക് മായ ഒരു വലിയ സിനിമ ആരാധികയാണ്. അപ്പോൾ മായയ്ക്ക് പാട്ടും അഭിനയവും എല്ലാം എല്ലാ ആർട്ടിസ്റ്റിനെയും വളരെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു ആളാണ് മായ. അപ്പോൾ സിനിമയോട് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് മായ ഈ പ്രോഗ്രാമിന്, ഈ ട്രൂപ്പിനെ വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് യാതൊരു വിട്ടുവീഴ്ചയും വരാതെ വളരെ നല്ല ഒരു റെക്കഗ്നേഷൻ കിട്ടണം എന്നാഗ്രഹിച്ച് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഈ ട്രൂപ്പ് ഗാന സേവിത സിദ്ധി